പാണക്കാട് മൊയ്ൻ അലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മുസ്ലിം ലീഗ് മുൻ പ്രവർത്തകൻ റാഫി പുതിയ കടവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുവെന്ന വാർത്തയാണ് വരുന്നത്. ഭീഷണിപ്പെടുത്തൽ, കലാപാഹ്വാനം എന്നീ കുറ്റങ്ങൾ ഇയാളുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ദീപക് തർമ്മടം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. പറയൂ ദീപക്, വിശദാംശങ്ങൾ ഈ വാർത്തയുടെ. വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. SKN മൊയ്ൻ അലി തങ്ങളെ വാർത്തകളിൽ കൃത്യമായി അറിയാവുന്നതാണ്. ഹൈദർ അലി തങ്ങളുടെ മകനാണ്. യൂത്ത് ലീഗിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ സജീവമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. പക്ഷേ എന്നാലും അദ്ദേഹം ലീഗിൻ്റെ ഒപ്പം തന്നെ പാണക്കാട് കുടുംബത്തിൻ്റെ ഭാഗമായി മൊയ്ൻ അലി തങ്ങളുണ്ട്. ഈ മൊയ്ൻ അലി തങ്ങളെ റാഫി പുതിയകടവ് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് സിറ്റിയിലെ സജീവ പ്രവർത്തകനായിരുന്നു. പ്രത്യേകിച്ചും വെള്ളയിൽ പുതിയാപ്പ മേഖലയിലെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹമാണ് ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിപ്പെടുത്തിയതിൽ പരാതി വരുന്നു. മലപ്പുറം പോലീസ് കേസെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ജാമ്യത്തോടു കൂടി ഈ റാഫി പുതിയകടവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. അങ്ങനെ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയാണ്. പക്ഷേ എന്നാൽ ഇത് രാഷ്ട്രീയമായി ഇന്നലെ വലിയ ചർച്ചയ്ക്കിടയാക്കി. യൂത്ത് ലീഗിന് മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണ നൽകുന്നു. KT ജലീൽ ഉൾപ്പെടെ പാണക്കാട് കുടുംബത്തിലെ ഒരു കുട്ടികളെയും ആരും തൊടില്ല എന്ന പ്രസ്താവന നടത്തുന്നു. മറ്റൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെയും റാഫി പുതിയകടവ് ഇദ്ദേഹത്തിന് നേരെ അതിക്രമം നടത്തിയിരുന്നു. കാരണം ലീഗ് ഹൗസിൽ കോഴിക്കോട് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കുന്നു. അതിൽ മൊയ്ൻ അലി തങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ എന്ന് തോന്നിക്കുന്ന ചില പരാമർശങ്ങൾ വന്ന ഉടനെ ആ വാർത്താ സമ്മേളനത്തിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് റാഫി പുതിയകടവ് കുറച്ച് ആക്ഷേപങ്ങൾ ചൊരിയുന്നത് നമ്മൾ തത്സമയം കണ്ടതാണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അന്ന് റാഫി പുതിയകടവിനെ ലീഗിൽ നിന്ന് പുറത്താക്കുന്നു. പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന ഭാഷ്യം. ഏതായാലും ഒരു ലീഗിൻ്റെ മുൻ സജീവ പ്രവർത്തകനാണ് മൊയ്ൻ അലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. അതിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. ഇത് ലീഗ് രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചയ്ക്ക് വീണ്ടും ഇടയാക്കിയിട്ടുണ്ട്. SKN. താങ്ക് യു ദീപക് തർമ്മടം.